സംസാരിക്കേണ്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് വേണം. ഞാൻ അവിടെ നിൽക്കാം. ഗൗതം എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞു? ഞാൻ പറഞ്ഞതല്ലേ, രഹസ്യമായി ഇത്രയും കൂടിക്കാഴ്ച പോലും നമുക്ക് പ്രശ്നമാണ്. കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അമ്മ അമ്പിയണ്ണനെ അയച്ചിട്ടുണ്ട്. ഇനി എനിക്ക് എങ്ങോട്ടും തിരിയാൻ പറ്റില്ല. അയ്യോ ഭൂമികെ, സംസാരിച്ച മതി. എന്താ ഒന്നും പറയണ്ട, ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായി. അവരുടെ കണ്ണിപ്പെടാൻ ഓടി രക്ഷപ്പെടാം. വെട്ടി നുറുക്കിയിട്ടും ഞാൻ ജീവനോടെ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചില്ല അല്ലേ? എന്ത് കൊട്ടിഘോഷിച്ചാലും ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കോറോത്ത് മുറ്റത്ത് നിനക്കൊരു കല്യാണപ്പന്തൽ ഉയരില്ല. അതെന്റെ വാശിയാ. ഇവനാണ് ആ ഡോക്ടർ. വിട്ടേക്ക്, ഇപ്പൊ വേണ്ട. വാടാ. അപ്പൊ ഇതായിരുന്നു നിന്റെ ട്രാൻസ്ഫറിന്റെ രഹസ്യം. അമ്മയും മകനും ചേർന്ന് അത് എന്നിൽ നിന്ന് ഒളിപ്പിക്കുമായിരുന്നല്ലേ? രണ്ടും സിംഹത്തിന്റെ മടയിൽ കിടന്ന് മണ്ണപ്പം ചുട്ട് കളിക്കല്ലേ? സ്നേഹം ഉള്ളതുകൊണ്ട് പറയുക, ഇതൊരു തീക്കളിയാ. സാർ എത്രയും പെട്ടെന്ന് ഈ നാട് വിട്ട് പോകുന്നതാ നല്ലത്. ഞാൻ കൈവടിഞ്ഞാൽ ആ നിമിഷം അവൾ സ്വയം ജീവനൊടുക്കും. പക്ഷെ ആരോടാ നിങ്ങൾ ഈ കളിക്കുന്നതെന്നറിയോ? ജീവനോടെ ഉണ്ടെങ്കിൽ ഒരുമിച്ച്, മരണമാണെങ്കിൽ അതും. അത്രയും ഞങ്ങൾക്കറിയൂ. പക്ഷേ ഒരപേക്ഷയുണ്ട്. സഹായം ചെയ്തില്ലെങ്കിലും നിങ്ങളായിട്ട് തടസ്സം നിൽക്കരുത്. ഇങ്ങോട്ട് അടുക്കരുത്. പിടിവിടാൻ. നീ എത്തിയല്ലേ? കീഴടങ്ങുന്ന നല്ലത്. ഞാനാ പറയുന്നത് കീഴടങ്ങാൻ. നിന്നെ പിടികൂടി നിയമം നടപ്പിലാക്കിയാലേ അനന്തം പോലീസിന് കുപ്പായം അഴിക്കാൻ പറ്റൂ. മര്യാദയ്ക്ക് കീഴടങ്ങുന്ന നല്ലത്. അവിടെ നിൽക്കാൻ. നിന്റെ അച്ഛനാ പറയുന്നത്. ഓടരുത്. എടോ പ്രഭുദേവേ, നീ ചെയ്യുന്നത് ചാവാനാണോ ജീവിക്കാനാണോ? താനൊക്കെ എന്നെ പോലെ സ്ലിം ബ്യൂട്ടി ആകാൻ നോക്ക്. ഇതെങ്ങനെ സംഘടിപ്പിച്ചു? അമ്പലം ചെറുതാണെങ്കിലും പ്രതിഷ്ഠ അപാരം. വൃത്തികെട്ടവൻ. കുറുക്കന്റെ കണ്ണ് അല്ലെങ്കിൽ എപ്പോഴും കോഴിക്കൂട്ടില്ല. അങ്ങനെ ഇപ്പൊ താനൊന്നും സൂഹിക്കണ്ട. അത് കൊള്ളാം. ചേട്ടാ, എന്താ കാണാൻ വന്നതാ. അപ്പൊ നീയും കണ്ടോ? കണ്ടു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. വെടിമരുന്ന് കുത്തി നിറച്ച 4 അമിട്ടുകുറ്റികളാ ഇവിടെ ഉള്ളത്. തീ വേണമെന്നില്ല, വെള്ളം ഒഴിച്ചാലും മതി പൊട്ടിത്തെറിക്കാൻ. പിന്നെ DNA ടെസ്റ്റ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടി പിടിക്കാൻ വരരുത്, പറഞ്ഞേക്കാം. നിക്ക് ചേട്ടാ, ഞാനൊന്ന് പറയട്ടെ. ഞാൻ പറയുന്ന കേൾക്കാവോ? കേൾക്കാം. കേൾക്കാവോന്ന്? കേൾക്കാം. എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ കാവിലെ തെയ്യത്തിനന്ന് രാത്രി വീട്ടിൽ വരണം. അത്താഴ
അത്താഴം ഒരുക്കി ഞാൻ കാത്തിരിക്കും. വരുമ്പോഴേ വളയും ചാന്തും ഒക്കെ കൊണ്ടുവരണം. മറക്കരുത് കേട്ടോ. വരാം. തെയ്യത്തിന് അന്ന് രാത്രി മറക്കാതെ വരാം. വളയും ചാന്തി ഞാൻ മറക്കാതെ കൊണ്ടുവരാം. ഓരോ ദിവസം കഴിയും തോറും ടെൻഷൻ കൂടി വരിക. അന്നത്തെ സംഭവത്തിന് ശേഷം ആയിഷയുടെ വീട്ടിൽ പോകുന്നത് പോലും വിലക്കിയിരിക്കാം. ഇപ്പൊ ഹരീന്ദ്രന്റെ മട്ടുംഭാവൊക്കെ മാറി. നേരിൽ കാണുന്നത് തന്നെ എനിക്ക് പേടിയാ. ഒരാഴ്ചയുള്ളൂ രക്തസാക്ഷി ദിനത്തിന്. അതിനു മുൻപ് എന്നെ രക്ഷിക്കൂ. കൊണ്ടുപോകും ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ. അവിടെ എന്തോ നമ്പ്യാർ സാർ വന്നേ, നമ്പ്യാർ സാർ വന്നേ, അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ, നമ്പ്യാർ സാറിന്റെ അഭിവാദ്യങ്ങൾ, സാറൊരു മുന്നറിയിപ്പില്ലാതെ എന്തായാലും എന്റെ വരവൊരു സർപ്രൈസ് ആയില്ലേ. ഇക്കുറി രക്തസാക്ഷി ദിനത്തിന് എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല. അപ്പോ ഇവരുടെ കല്യാണത്തിന് സാറുണ്ടാവില്ലേ? എന്ത് ചെയ്യാനാ, എക്സിക്യൂട്ടീവ് മീറ്റിംഗാ, തനിക്കറിയാവുന്നല്ലേ. ഈ തറവാട്ടിലെ എല്ലാ മംഗളകർമ്മങ്ങളും ഒരു കാരണവരുടെ സ്ഥാനത്തൊന്നും നടത്തിത്തരാറുള്ളത് സാറല്ലേ. അപ്പൊ ഇത് മാത്രം ഞാനില്ലെങ്കിലും എന്റെ അനുഗ്രഹം എല്ലാം ഉണ്ടായിരിക്കും. അയ്യോ അത് പോരാ, ഞാനൊരു കാര്യം തീരുമാനിക്കുക. പോകുന്നതിന് മുമ്പ് കുട്ടികളുടെ മോതിരമാറ്റം സാറ് നടത്തി തരണം. അതെ, തീരുമാനിച്ചു കഴിഞ്ഞു. നാളെ തെയ്യം കഴിഞ്ഞ് മറ്റന്ന് ഇവരുടെ മോതിരം മാറ്റം. മോളെ, ദീപം സാക്ഷിയായി ഇങ്ങനൊരു ചടങ്ങ് നടക്കരുത്. അതിനു മുൻപ് നിങ്ങൾ എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടും. അല്ലാതെ നിങ്ങൾ ഒരുമിക്കാൻ ഒരു വഴിയും കാണുന്നില്ല. സ്വന്തം മകളോട് ഒളിച്ചോടാൻ അപേക്ഷിക്കേണ്ട ദുർവിധി ഒരമ്മയ്ക്കുണ്ടാവില്ല. മൃഗജീവികളുടെയും ഇവിടത്തെ മൃഗോദരന്മാരുടെയും ശ്രദ്ധയ്ക്ക് ഒരു സാധാരണക്കാരനെ രക്ഷിക്കാൻ ഒരു പാർട്ടിക്ക് കഴിയില്ല. അവന്റെ സമുദായത്തിന് മാത്രമേ കഴിയൂ. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിത്തുകാലകളുടെ വികാരപരമായ ആവശ്യങ്ങൾ സംരക്ഷിച്ചിട്ട് മാത്രമേ വിദേശ ഈ